വാഹനം പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുകയാണ്. പുറത്ത് ഗേറ്റിന് സമീപം ഉൾപ്പെടെ വലിയ തോതിലുള്ള പോലീസ് നിരയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രതിഷേധം അലയടിക്കുന്നുണ്ട്. പക്ഷേ ആ വാഹനത്തിലോ ഉദ്യോഗസ്ഥർക്കോ ഏതെങ്കിലും തരത്തിൽ തടസ്സം സൃഷ്ടിച്ചാൽ അത് വലിയ കുറ്റകരമാകുന്ന ഒന്നായി മാറും എന്നതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുക? ഇപ്പോഴിതാ വാഹനം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ണൂരിലേക്കൊരു സമാനമാകുന്ന തരത്തിൽ വലിയ തോതിലുള്ള കൂക്കിവിളികൾ ഉൾപ്പെടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ചില്ല് അടക്കം അടിച്ചു തകർത്തതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസിന് മുന്നിൽ ഇതാ വാഹനം വലിയ തോതിൽ ആക്രമിക്കുന്നു പ്രവർത്തകർ എന്നതാണ് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി മടങ്ങുമ്പോൾ ഇതാ വാഹനം ആക്രമിക്കുന്നു CPIM പ്രവർത്തകർ. അതിന്റെ ദൃശ്യങ്ങളാണ്. ആക്രമിച്ചവരെ പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു. ആ പിടികൂടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വാഹനം ഇപ്പോൾ പ്രവർത്തകർ അടിച്ചു തകർക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വാഹനത്തിന് നേരെ കുപ്പികളും മറ്റുമൊക്കെ എറിയുന്നത് ഉൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. വലിയ സംഘർഷകരമായ സാഹചര്യത്തിലേക്കാണ് തിരുവനന്തപുരത്ത് പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ തടയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ വാഹനത്തിന് നേരെ കല്ലെറിയുന്നു. വാഹനത്തിന്റെ ഗ്ലാസ് തല്ലി തകർത്തിട്ടുണ്ട്. അത്രമേൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു വാഹനം വലിയ തോതിൽ നശിപ്പിച്ചിരിക്കുന്നു പ്രവർത്തകർ എന്നതാണ്. ഇതാ പ്രവർത്തകർ ഇപ്പോൾ, അതായത് CPIMന്റെ പ്രവർത്തകർ വലിയ തോതിൽ വാഹനത്തിന് നാശനഷ്ടങ്ങൾ വരുത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. വാഹനത്തിന്റെ ചില്ലുകളടക്കം ഇടിച്ചു തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ കാണാൻ സാധിക്കുന്നു. അങ്ങനെ തെരുവ് യുദ്ധത്തിന് സമാനമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വാഹനം അടിച്ചു തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ, വാഹനത്തിൽ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ വരുത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വാഹനം അടിച്ചു തകർത്തതിന്റെ ദൃശ്യങ്ങളടക്കം കാണുന്നു. അരുൺ, അവിടെ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. വാഹനം അടിച്ചു തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസ് ലാത്തി വീശുന്നു. പോലീസ് ലാത്തി വീശി പ്രവർത്തകരെ ഓടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ കടന്നുപോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. നേതാക്കളുടെ വിട്ട പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ കാര്യങ്ങൾ വിഫലമാകുന്നു. കല്ലേറുണ്ടായി, ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലേറുണ്ടായി. അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ കുപ്പിയേറുണ്ടായി. അങ്ങനെ പ്രവർത്തകർ വലിയ സംഘർഷത്തിലേക്ക് പോകുന്നു. ബിയർ കുപ്പിയും മറ്റും വലിച്ചെറിഞ്ഞു. കല്ലേറുണ്ടായി. വാഹനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെ വാഹനം അടിച്ചു തകർക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. തീർത്തും സംഘർഷാത്മകമായ അവസ്ഥ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഉദ്യോഗസ്ഥരെ വഴിയിൽ തടഞ്ഞ CPM പ്രവർത്തകർ, നേതാക്കൾക്ക് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ കഴിയുന്നില്ല. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ ഉണ്ടെങ്കിലും വലിയ സംഘർഷത്തിലേക്ക് പോകുന്നു. പോലീസുമായി ഏറ്റുമുട്ടലുണ്ടാകുന്നു. വലിയ സംഘർഷം. ഇതാവുന്നു മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതാവിന്റെ വസതിക്ക് മുന്നിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്നു. പ്രവർത്തകർ ഇപ്പോൾ പോലീസിന് നേരെ കല്ലെറിയുന്നതിന്റെ ദൃശ്യങ്ങളടക്കമാണ് കാണുന്നത്. ED ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്ക് ശേഷം പുറത്തേക്കിറങ്ങിയ വാഹനം പ്രവർത്തകർ അടിച്ചു നശിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കമാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് CPIM പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്, അണികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇതാ തെരുവിൽ വലിയ തോതിലുള്ള ഏറ്റുമുട്ടലിലേക്ക് പോലീസ് സന്നാഹം വലിയ തോതിൽ സുരക്ഷ ഒരുക്കിയിരുന്നു. പക്ഷേ അവിടെ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ കേരള പോലീസിന് പുറത്ത് സാധിച്ചില്ല എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്. അത്രമേൽ വലിയ സംഘർഷം ഉടലെടുക്കുന്ന പശ്ചാത്തലമാണ് ഇപ്പോൾ ഈ വാടക വീടിന് സമീപം ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. പിണറായി വിജയന്റെ വാടക വീട്
കാര്യാലയത്തിന് പുറത്ത് ED പരിശോധന പൂർത്തിയാക്കി മടങ്ങുമ്പോൾ വാഹനം അടിച്ചു തകർത്തു പ്രവർത്തകർ, CPM-ന്റെ പ്രവർത്തകർ എന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. അങ്ങനെ അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ CPM പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. CPIM പ്രവർത്തകർ ED-യുടെ വാഹനം തടയുകയും വാഹനം തല്ലി തകർക്കുകയും ഒക്കെ ചെയ്തു. അവിടെ പോലീസിന് നോക്കുകുത്തിയായി നിൽക്കേണ്ടി വന്നു എന്നതാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത്. പോലീസിന് തടയാൻ പറ്റാത്ത തരത്തിൽ അങ്ങനെ പ്രവർത്തകർ വാഹനം തല്ലി തകർത്തതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുമ്പോൾ ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോഴിതാ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തേക്ക് ഇറങ്ങിയതിന്റെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തേക്ക് ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. തെരുവിൽ ഇപ്പോഴും പ്രവർത്തകരുടെ പ്രതിഷേധം ആണ്. പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം ഇപ്പോഴും അലയടിക്കുന്നു. അവിടെ ഇതാ പ്രതിഷേധം ഇപ്പോൾ അല്പസമയം മുമ്പ് പിണറായി വിജയൻ, മണിക്കൂറുകളോളം പിണറായി വിജയൻ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിശോധനയുടെ ഭാഗമായി പുറത്തിറങ്ങാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോഴിതാ പിണറായി വിജയൻ മാധ്യമങ്ങളോടടക്കം സംസാരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അതായത് ഇപ്പോൾ പിണറായി വിജയൻ ശേഷമാണ് അല്ല ഫസി പോയി, രതീഷ് പോയി. പിണറായി വിജയൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹം എന്താണ് പറയുന്നത് എന്നതിൽ വ്യക്തത കൈവരുന്നതേ ഉള്ളൂ. വലിയ ലാത്തി ചാർജ് അടക്കം പുറത്ത് നടത്തേണ്ട സാഹചര്യമുണ്ടായി. പ്രവർത്തകർക്ക് നേരെ മണിക്കൂറുകൾ നീണ്ട പരിശോധന മനസ്സംതൃപ്തി നൽകുന്നതാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ. കാരണം എന്തുകൊണ്ട് പിണറായി വിജയന്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. നമ്മുടെ രാജ്യത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള ആക്രമണ നടപടികളാണ് എല്ലാ കാലത്തും BJP ഗവൺമെന്റ് തുറന്നു വരുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ തങ്ങളുടെ പാർട്ടിക്കാരല്ലാത്ത പാർട്ടിക്കാർ ED-യുടെ കടന്നുകയറ്റം നടന്നോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും
അതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ഒരു തുടക്കം മാത്രമായിട്ട് ഞങ്ങൾ കാണുന്നുള്ളൂ. ഈ തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ കൊണ്ട് ഞങ്ങളെ തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല. ഇവിടെ പ്രകടമായി നമ്മുടെ നാടിൻ്റെ വികാരവും പാർട്ടി സഖാക്കളുടെ വികാരവും എല്ലാ കാലത്തും പാർട്ടിയുടെ അകമഴിഞ്ഞ ഒരു ചാഞ്ചല്യവും ഇല്ല എന്നതാണ് ഇന്ന് സഖാക്കൾ വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഏതിനെയും നമുക്ക് നേരിടാൻ ഇതാണ് നമ്മുടെ കരുത്ത്. ഒന്നിച്ച് നമുക്ക് ഇറങ്ങാം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഭരണമാറ്റത്തിന് പിന്നാലെ വരാൻ കാരണം എന്തായിരിക്കും? ഭരണമാറ്റത്തിന് തൊട്ട് പിന്നാലെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും. ഞാനിപ്പോ ഇവിടെ നിർത്തുക. പറയാൻ നിരവധിയായ വിഷയങ്ങളുണ്ട്. അതെല്ലാം പിന്നീട് പറയാമെന്ന് പറയുമ്പോൾ പോലും രാഹുൽ ഗാന്ധി എന്തുകൊണ്ട്, അതായത് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നില്ല ED എന്ന ചോദ്യമടക്കം ചോദിച്ചതിനെ കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു പോയി എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. രാഷ്ട്രീയമായി വിഷയത്തെ ആയുധമാക്കുകയാണ് CPIM എന്നതാണ് ഇപ്പോഴത്തെ പശ്ചാത്തലം. പ്രത്യേകിച്ച് മണിക്കൂറുകളോളം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ അടക്കം പരിശോധിക്കപ്പെടേണ്ട സാഹചര്യത്തിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഇപ്പോഴിതാ CPIMന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. കേരളത്തിലുടനീളം 10 കേന്ദ്രങ്ങളിൽ ആയിരുന്നു പരിശോധന നടന്നത് എന്നതാണ്. അതിൽ തിരുവനന്തപുരത്ത് പരിശോധന പൂർത്തിയാക്കി മടങ്ങുമ്പോഴാണ് ED ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെ അതിക്രമം ഉണ്ടാകുന്നത്. പ്രവർത്തകർ വാഹനം തല്ലിത്തകർത്ത സാഹചര്യം കൂടിയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ വലിയ പ്രതിഷേധമായിരുന്നു CPIMന്റെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഇപ്പോഴും നേതാക്കൾ പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ തുടരുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നേതാക്കൾ ഇപ്പോഴും തുടരുന്നു. അതേസമയം ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോകുമ്പോൾ അവരെ തടസ്സപ്പെടുത്തുകയും അവരുടെ വാഹനം തല്ലി തകർക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലം കൂടിയാണുള്ളത്. ഒരു പക്ഷേ ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് തന്നെയല്ലേ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. പിണറായി ശേഷമുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 8 മണിക്കൂറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി 10 വർഷക്കാലം 16 വർഷക്കാലം ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. അങ്ങനെ CPIMന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നേരത്തെ എത്തിയിരുന്നു. ഇതാ നേരത്തെ EDയുടെ വാഹനം പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടായ സംഘർഷം, ആ സംഘർഷം പ്രവർത്തകർ EDയുടെ വാഹനം അടിച്ചു തകർത്ത സാഹചര്യം കൂടി ആണ് ഉള്ളത്. തീർച്ചയായും ED ഉദ്യോഗസ്ഥരെയാണ് തടസ്സപ്പെടുത്തിയത്. ഇതിൽ കേസുകൾ വരും. അതോടൊപ്പം തന്നെ ഈ തകർത്ത പ്രവർത്തകർക്ക് ഒരുപക്ഷെ ജാമ്യമില്ലാത്ത വകുപ്പ് അടക്കമുള്ള കേസുകൾ ഇനി അഭിമുഖീകരിക്കേണ്ടതായി വരും എന്നതിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇത്രയധികം ക്യാമറ കണ്ണുകൾ കൂടിയുള്ള പശ്ചാത്തലത്തിൽ ആരൊക്കെയാണ് ഇത് ആക്രമണം നടത്തിയത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരികയും ചെയ്യും. അതേസമയം പോലീസ് എന്തുകൊണ്ട് കൃത്യമായി സുരക്ഷ ഒരുക്കിയില്ല എന്ന ചോദ്യം തീർച്ചയായും BJP കേന്ദ്രങ്ങളിൽ നിന്ന് അടക്കം ഉയരുകയും ചെയ്യും എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോഴിതാ വലിയ പ്രതിഷേധം ആണ് CPIMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും അങ്ങനെ വാഹനം ഉൾപ്പെടെ തകർക്കുകയും ചെയ്ത സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. ഇതാ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. പ്രവർത്തകർ വാഹനം തടഞ്ഞ് പോലീസിന് മുന്നിൽ വെച്ചാണ്. പോലീസിന് ഇവരെ തടയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ചെരുപ്പ് ഷൂ കൊണ്ട് അടിക്കുന്നത് കാണാം, കുപ്പികൾ വലിച്ചെറിയുന്നത് കാണാം. അങ്ങനെ EDയുടെ പരിശോധനയ്ക്ക്
അതിനുശേഷം പുറത്തേക്ക് പോയ വാഹനം തടസ്സപ്പെടുത്തുകയും ED ഉദ്യോഗസ്ഥരെ അടക്കം കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കുറച്ചു നേരത്തേക്കെങ്കിലും പ്രവർത്തകരുടെ വലിയ അക്രമം ആണ് നമ്മൾ കണ്ടത്. ഇതാ പുറത്തേക്ക് പോകുന്ന വാഹനത്തിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു.